പാലമരച്ചുവട്ടിലെ സുന്ദരി. ഒരു ഉൾനാടൻ ഗ്രാമം. അവിടെ മാധവൻ എന്നൊരു യുവാവുണ്ടായിരുന്നു. നല്ലൊരു വൈദ്യനായിരുന്നു മാധവൻ. ഒരു ദിവസം രാത്രി വൈകി അയൽ ഗ്രാമത്തിലെ രോഗിയെ നോക്കി മടങ്ങുകയായിരുന്നു. നിലാവുള്ള രാത്രിയായിരുന്നെങ്കിലും വഴി നീളെ കാടും പടർപ്പും നിറഞ്ഞ വിജനമായ പാതയായിരുന്നു അത്. നടന്നു മാധവൻ ഗ്രാമത്തിലെ പഴയ പാലമരത്തിൻ്റെ ചുവട്ടിലെത്തി. പെട്ടെന്ന് വായുവിൽ തീവ്രമായ പാലപ്പൂവിൻ്റെ മണം പടർന്നു. മാധവൻ ഒന്നു നിന്നു. ആ സമയത്ത് പാലപ്പൂക്കൾ വിരിയാറില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ദൂരെ നിന്ന് വെള്ളയുടുത്തൊരു രൂപം വരുന്നത് മാധവൻ കണ്ടു. അടുത്തു വന്നപ്പോൾ അത് അതീവ സുന്ദരിയായ ഒരു യുവതിയായിരുന്നു. കയ്യിലൊരു വെറ്റിലച്ചെല്ലവുമായി അവൾ മാധവൻ്റെ അരികിലെത്തി. ഇത്ര രാത്രി എങ്ങോട്ടാ? ഈ വഴി വലിയ പേടിയുള്ള വഴിയാണല്ലോ, അവൾ മധുരമായ സ്വരത്തിൽ ചോദിച്ചു. ഞാൻ ഒരു വൈദ്യനാണ്, ഒരു രോഗിയെ നോക്കി വരിക. പക്ഷേ നീ ആരാണ്? ഈ അസമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്തിനാ? മാധവൻ ചോദിച്ചു. ഞാൻ അടുത്ത ഗ്രാമത്തിലെ പെണ്ണാ. ബന്ധുവിനെ കാണാൻ പോയിട്ട് വരാൻ വൈകി, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ചിരിയിൽ ഒരു വശ്യതയുണ്ടായിരുന്നു. അവൾ വെറ്റിലച്ചെല്ലം തുറന്ന് അതിൽ നിന്ന് വെറ്റിലയെടുത്ത് വശ്യമായ ചിരിയോടെ മാധവന് നേരെ നീട്ടി. മാധവൻ വെറ്റില വാങ്ങാനായി കൈ നീട്ടിയതും നിലത്ത് നിഴലിലേക്ക് അവൻ്റെ കണ്ണുപോയി. നിലാവുണ്ടായിട്ടും ആ സുന്ദരിക്ക് നിഴലില്ല. മാധവൻ ഞെട്ടിപ്പോയി. അവൻ പതുക്കെ താഴേക്ക് നോക്കി. ആ സുന്ദരിയുടെ പാദങ്ങൾ തിരിഞ്ഞാണിരിക്കുന്നത്. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സുന്ദരിയായ യുവതിയല്ല, യക്ഷിയാണെന്ന് മാധവന് മനസ്സിലായി. യക്ഷികൾക്ക് ഇരുമ്പിനെ പേടിയാണെന്ന് അവൻ്റെ മുത്തശ്ശി പറഞ്ഞത് അവൻ ഓർത്തു. ഭയം ഉള്ളിലൊതുക്കി മാധവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് സഞ്ചിയിലെ ആയുധമായ ചെറിയൊരു കത്തി കയ്യിലെടുത്ത് മുറുകെ പിടിച്ചു. എനിക്ക് വെറ്റില വേണ്ട മോളെ, പോയിട്ട് അല്പം ധൃതിയുണ്ട് എന്ന് പറഞ്ഞ് മാധവൻ പതുക്കെ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് ആ സുന്ദരിയുടെ രൂപം മാറാൻ തുടങ്ങി. കണ്ണുകൾ കനൽ പോലെ ചുവന്നു. ചിരി ഒരു ഭയാനകമായ അട്ടഹാസമായി മാറി. അവൾ നീണ്ട നഖവുമായി മാധവന് നേരെ പാഞ്ഞടുത്തു. മാധവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് കത്തി അവൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ച് ഉറക്കെ മന്ത്രങ്ങൾ ചൊല്ലി. ദൂരെ ഒരു ക്ഷേത്രത്തിലെ മണിമുഴക്കം കേട്ടതും യക്ഷി അപ്രത്യക്ഷമായി. മാധവൻ ശ്വാസം കിട്ടാതെ ഓടി വീട്ടിലെത്തി ബോധരഹിതനായി വീണു. പിറ്റേന്ന് രാവിലെ ഗ്രാമവാസികൾ നോക്കിയപ്പോൾ പാലമരത്തിൻ്റെ ചുവട്ടിൽ മുടിനാരുകളും കുറച്ച് വെണ്ണീറും മാത്രം കണ്ടു. ഇന്നും ആ വഴി പോകുന്നവർ പാലപ്പൂവിൻ്റെ മണം കേട്ടാൽ മന്ത്രങ്ങൾ ചൊല്ലി വേഗത്തിൽ നടന്നു നീങ്ങും.